എല്ലാവർക്കും എൻ്റെ നമസ്കാരം. എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് റഷ്യയിൽ എനിക്ക് എത്ര രൂപ പെൻഷൻ കിട്ടും എന്നതിനെക്കുറിച്ചാണ്. ആദ്യമേ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു കള്ളക്കഥയുമായിട്ടാണ്. ഇവൻ വലിയ കഥയൊക്കെ എഴുതിക്കൂടെ സിനിമയിലെങ്ങാനും പോയിട്ട്. ഇവൻ കഥയൊക്കെയാന്നുള്ള കാര്യം അറിയാം. വൻ കഥയാണ്. കഥ ഞാൻ ഒത്തിരി കേൾപ്പിക്കുന്നില്ല. എൻ്റെ കണ്ടന്റ് സാധനങ്ങൾ പറഞ്ഞു എന്നാലും ഒന്ന് സ്റ്റാർട്ടിങ് നമുക്കൊന്ന് കേൾക്കാം. ഇത്രയും വർഷങ്ങളായിട്ട് റഷ്യയിൽ നിന്നിട്ട് എനിക്കിപ്പം പെൻഷൻ കിട്ടാൻ വേണ്ടിട്ട് തുടങ്ങിയിരിക്കുകയാണ്. അപ്പൊ എന്റെ പെൻഷൻ തുക എത്ര? അവന് പെൻഷൻ കിട്ടി തുടങ്ങി. എത്ര വയസ്സുണ്ട്? ഒരു 34 വയസ്സ് അത്രയും കാണ്ടേ ഉള്ളു. അപ്പോഴത്തേക്കും ഒരു പെൻഷൻ കിട്ടി തുടങ്ങി റഷ്യയിൽ. അത് മുന്നോട്ട് ഞാൻ പറഞ്ഞുതരാം. ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളായിട്ട് ഷെയർ ചെയ്തത്. ഞാൻ സുഖമില്ല, പണിയാണ്. അപ്പൊ അതിനായിട്ട് ചെറിയ കണ്ണെന്നൊക്കെ വെള്ളം വരുന്നുണ്ട്. അപ്പോ ഞാൻ ഒരു വീഡിയോ ചെയ്യാന്ന് വിചാരിച്ചു, പെൻഷന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട്. അതെ, എല്ലാ ദിവസവും വീഡിയോ വരുന്നുണ്ട്. അതായത് ഇന്നിപ്പോ ഒരു വീഡിയോ ഇട്ട് നാളെ ഒരു ഷോർട്സ്, അതിന്റെ പിറ്റേ ദിവസം ഒരു ഫുൾ വീഡിയോ. ആ ദിവസം വീഡിയോ ഇടാതിരുന്നു കഴിഞ്ഞാൽ നാട്ടുകാരൊക്കെ കുറെ കാശ് മേടിച്ചല്ലേ. അപ്പൊ ആൾക്കാർ ചോദ്യം വരും. പിന്നെ ഇനിയിപ്പം വിസയുടെ പരിപാടിയൊന്നും നടക്കുന്നില്ല, കള്ളത്തരമൊന്നും. ഇനിയിപ്പം യൂട്യൂബിലൂടെ എന്തെങ്കിലും നേടാന്നുള്ള പരിപാടിയില്ല. എന്നാൽ നേരെ ചൊവ്വയുള്ള സാധനങ്ങൾ, ഇൻഫർമേഷൻ സാധനങ്ങളും എന്ന് പറയണ്ടേ, എന്നാൽ അതുമില്ല. ഉള്ള പൊട്ടത്തരങ്ങൾ മൊത്തം വന്നു നിന്ന് ഒരു ഉളുപ്പുമില്ലാതെ വിളിച്ചു പറയുകയും ചെയ്യും. കള്ളൻ. ഞാൻ ഒരു വീഡിയോ ചെയ്യാന്ന് വിചാരിച്ചു, പെൻഷന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പൊ അതിനു മുമ്പായിട്ട് എന്റെ പെൻഷൻ തുക എത്രയാ എന്നുള്ളതൊക്കെ പറയുന്നതിന് മുമ്പായിട്ട് ചെറിയൊരു സ്റ്റോറി ഞാൻ പറയാം. ഒരു കഥ സൊല്ലട്ടുമാ. ഞാന് വർഷങ്ങൾക്ക് മുമ്പ് ഞാനൊരു എഡ്വാർഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളെ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. പുള്ളിയുടെ അസിസ്റ്റന്റ് ആയിട്ടായിരുന്നു ഞാൻ ജോബ് ചെയ്തിരുന്നത്. പുള്ളിനെ ഞാൻ കാണാൻ ഇടയായിട്ടുള്ള ഒരു സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, പുള്ളി ഒരു ആക്സിഡന്റിൽ പെട്ട് കിടക്കായിരുന്നു. കാരണം പുള്ളി ആക്സിഡന്റിൽ പെട്ട് ചോരയിൽ കുളിച്ചു കിടക്കുന്ന എഡ്വാർഡിനെ കോരിയെടുത്ത് ഇജാസ് നേരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവാണ് നമ്മുടെ കഥാനായകൻ. ഇതൊക്കെ ഇവനെ കൊണ്ട് പറ്റത്തുള്ളൂ. ഇവന്മാര് കള്ളമൊക്കെ പറയാൻ വേണ്ടി. ഇവൻ തിന്നാനും കള്ളം പറയാനും മാത്രമായിട്ട് വാ തുറക്കുന്നവനാ. നാട്ടുകാരെ പറ്റിച്ച് നിനക്ക് മതിയായില്ലടാ, ഇനിയെങ്കിലും നിർത്തിക്കൂടെ ഇത്. പിന്നെ വരുവാണ് ഓരോ കള്ളത്തരവുമായിട്ട്. എന്നാൽ ഇവിടെ ഇത്രയും മലയാളികളുണ്ട്, ഇവർക്ക് ആർക്കൊന്നും അറിയത്തില്ലെന്നാണ് എൻ്റെ വിചാരം. എല്ലാവർക്കും അറിയാം. ആരും പിന്നെ മെനക്കെടാത്തോണ്ടാണ്. ഞാൻ പിന്നെ ഇതിന് വേണ്ടിയിട്ട്, കാരണം ഒരാളെങ്കിലും വേണ്ടേ ഇതൊക്കെ വിളിച്ചു പറയാൻ വേണ്ടിയിട്ട്. അല്ല, ഈ പാവപ്പെട്ട ആൾക്കാരെ ഇവന്ന് പറ്റിക്കുവന്നേ. ഇവനൊരു അവസരം കൊടുത്തു കഴിഞ്ഞാൽ മറ്റേന്താ പറയാ, ഈ സൂചി കയറ്റാനോ ഇത് കൊടുത്തു കഴിഞ്ഞാൽ അതിനകത്തൂടെ മറ്റേ ഇത് കയറ്റുമെന്ന് പറഞ്ഞിട്ടുള്ളവനാണ് ഇവൻ. പുള്ളിക്ക് ഏകദേശം ഓൾമോസ്റ്റ് ഒരു 74 ഇയേഴ്സ് ഓൾഡ് ഉണ്ട്. പുള്ളി സൈക്കിളിൽ ചവിട്ടി പോകുന്ന സമയത്ത് അവിടെ ഒരു ആക്സിഡന്റിൽ പെട്ട് കിടക്കുമായിരുന്നു. അപ്പം ആക്സിഡന്റിൽ പെട്ട് നിങ്ങൾക്കറിയാം, ഞാൻ നേരത്തെ ഗോവയിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് പുള്ളി ഗോവയിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. മസാജിസ്റ്റ് ആയിട്ടാണ് കേട്ടോ, ഗൈഡൊന്നും അല്ല കേട്ടോ. എടാ, അന്നം തന്ന ജോലിയെ തള്ളി പറയുന്നോടാ മാറി. ഇവിടെ മസാജിസ്റ്റായിട്ടാണ് ജോലി ചെയ്യുന്നത്. ഇപ്പോഴാണ് വിസ തട്ടിപ്പ് തുടങ്ങിയിരിക്കുന്നത്. പണിയെടുത്ത് നിന്നുമല്ല, എന്നാലും നാട്ടുകാരെ പറ്റിച്ച് നിന്നെത്തണം, എന്നാലും ദഹിക്കത്തുള്ളൂ. യൂട്യൂബിലും വന്നിരുന്നിട്ട് ഇത് തന്നെ നാട്ടുകാരെ പറ്റിക്കുന്നു, വിസ ചെയ്ത് നാട്ടുകാരെ പറ്റിക്കുന്നു. ഇജാസേ ഒരു ആക്സിഡന്റിൽ പെട്ട് കിടക്കായിരുന്നു. ആ പുള്ളിനെ എനിക്ക് അവിടുന്ന് ഹെൽപ്പ് ചെയ്യാൻ പറ്റിയായിരുന്നു. ആ പുള്ളിയെ ഞാൻ അവിടുന്ന്, ആരും ആ സമയത്ത് പുള്ളിയെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. എല്ലാവരും ഇങ്ങനെ പോകുന്നു. ഞാനിങ്ങനെ ബൈക്കും കൊണ്ട് അവിടുന്ന് ഇങ്ങനെ പോകുന്ന സമയത്ത് ആലോചിച്ച് നോക്കണം, സിനിമ സ്റ്റൈല് എല്ലാവരും ഇത് കണ്ടിട്ട് ഇങ്ങനെ ഇരിക്കുന്നു. ഇജാസ് ബൈക്കും കൊണ്ട് ഇങ്ങനെ അപകടത്തിൽ പെട്ട് നിൽക്കുന്ന ഒരാളെ ഇജാസ് ചോരയിൽ നിന്ന് വാരി കോരിയെടുത്ത്. എങ്ങനെയാണ് കൊണ്ടുപോയത്? ആംബുലൻസ് വിളിച്ചു കൊണ്ടുപോയോ അതോ പുള്ളി എങ്ങനെ ഓട്ടോറിക്ഷ വിളിച്ചു കൊണ്ടുപോയോ? പിന്നെ സിനിമയൊക്കെ ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. ചിലപ്പോൾ പറന്ന് കയറി, ചിലപ്പോൾ എടുത്തോണ്ട് ഓടിക്കാണുമായിരിക്കും. പുള്ളി ആക്സിഡന്റ് പറ്റി ചോരയിലൊക്കെ കുളിച്ച് ഇങ്ങനെ കിടന്നായിരുന്നു. ആ സമയത്ത് ഞാൻ പുള്ളിയെ എടുത്ത് കൊണ്ടുപോയിട്ട്, അപ്പൊ എനിക്കൊരു 75 വയസ്സുള്ള പുള്ളിക്കാരൻ ചോരയിൽ ഇങ്ങനെ കുളിച്ച് കിടക്കുന്ന പുള്ളിക്കാരൻ എങ്ങനെ എടുത്തുകൊണ്ട് പോയത്? കൈവെള്ളയിലാണോ അതോ ആംബുലൻസോ ഓട്ടോറിക്ഷയോ എങ്ങനെ കൊണ്ട്? ആരും ഇല്ലെന്നാ പറഞ്ഞത്. അപ്പം ഇനി ബൈക്കിനകത്ത് ഇനിയും അതും പറ്റില്ല. കള്ളക്കഥകളുടെ ഒരു വലിയ ഇത് ഫുള്ള് കള്ളക്കഥയാണ് മുന്നോട്ട്. ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ജോലിയോ കാര്യങ്ങളോ ഉണ്ടായിരുന്നില്ല. അപ്പൊ ഞാനിങ്ങനെ പുള്ളിയെ എടുത്ത് കൊണ്ടുപോയിട്ട് പുള്ളിനെ ഹോസ്പിറ്റലിലാക്കി. ഒരു മാനസിക പരിഗണന എന്നുള്ള രീതിയിൽ ഞാൻ പുള്ളിയെ ജസ്റ്റ് അന്നും ഭയങ്കര വിശാല മനസ്കനാണ്. മാനുഷിക പരിഗണനയൊക്കെ നോക്കി, ഇവിടെയും മാനുഷിക പരിഗണന നോക്കി 3 കൊല്ലത്തെ വിസ, ഓപ്പൺ വിസ.
4 ലക്ഷം 5 ലക്ഷം രൂപ മേടിച്ച് മനുഷ്യ പരിഗണനയൊക്കെ നോക്കി ചെയ്യുന്ന നല്ലൊരു ചെറുപ്പക്കാരനാണ്. കള്ള ഫ്രോഡ്. ഈ കഥ ഇത് തുടങ്ങി ഇത് കുറേ പോവും. ഞാൻ അതാ ഇവൻ്റെ കാര്യം എടുത്തു. പിന്നെ ഇത് കാണുമ്പോൾ പറയായിരുന്നു കഴിഞ്ഞാൽ എന്താണെന്ന് അറിയാമോ ഗൈസ്, വിട്ട് കളഞ്ഞത്. ചില ആൾക്കാർ ഇത് വിശ്വസിക്കുക. കഴിഞ്ഞ ദിവസം എൻ്റെ കമൻറ്റിന് താഴെ കണ്ട് അരി മേടിക്കാൻ വേണ്ടിയിട്ട് ആൾക്കാർ ഏതോ ഒരു മണ്ട കിഴകനെ കണ്ട് വന്ന് എഴുതിയിട്ടിരിക്കുവാണ്. അവൻ എന്നാ പറയണമെന്ന് അറിയത്തില്ല. എന്തെങ്കിലും ആട്ടെ, നമുക്ക് കേൾക്കാം ഇജാസിൻ്റെ ബാക്കി കഥ. അപ്പം പുള്ളിക്ക് ഒന്ന് എണീച്ച് നടക്കാനോ ഒന്നും പറ്റുന്നില്ല, കൈയൊന്നും അനക്കാൻ പറ്റുന്നില്ലായിരുന്നു. ഹോസ്പിറ്റലിൽ കൊണ്ടുപോക്കി. അവിടെയുള്ള ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോക്കിയിട്ട് ഞാൻ പുള്ളിയോട് പറഞ്ഞു ഞാൻ പോവാണെന്ന് പറഞ്ഞു. അപ്പൊ പുള്ളി എന്നോട് പറഞ്ഞു നിങ്ങളെ നമ്പർ ഒന്ന് എനിക്ക് തരാമെന്ന് എന്ന് പുള്ളി എന്നോട് ചോദിച്ചു. ചോരയിൽ മുങ്ങി ഹോസ്പിറ്റലിൽ അങ്ങനെ കിടക്കുന്ന പുള്ളിക്ക് സംസാരിക്കാനൊക്കെ പറ്റുമായിരുന്നില്ല. ICUലൊന്നും അല്ല. അപ്പം കുഴപ്പമില്ല, ശരി. അപ്പം നമ്പറൊക്കെ ചോദിച്ച് പുള്ളി മേടിച്ച് ഞാൻ പുള്ളിക്ക് എന്റെ നമ്പർ ഞാൻ കൊടുത്തു. അതിനുശേഷം പുള്ളിക്ക് അവിടുന്ന് ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പുള്ളി എന്റെ നമ്പറിൽ വീണ്ടും വിളിച്ചു. എന്നോട് പറഞ്ഞു ഒന്ന് വരാൻ പറ്റുമോ, പുള്ളി എന്നെ ഒന്ന് വീട്ടിൽ കൊണ്ടുപോയി വിടാൻ പറ്റുമോ എന്നുള്ളത്. പുള്ളി നെതർലാൻഡുകാരനാണ്, നെതർലാൻഡിലുള്ള ഒരാളാണ്, അവിടുത്തെ സിറ്റിസൺ ആണ്. നെതർലാൻഡുകാരനാണ് കേട്ടോ പുള്ളിക്കാരൻ. നെതർലാൻഡ്. 74 വയസ്സുണ്ട്. പുള്ളി സഞ്ചരിക്കാത്ത രാജ്യങ്ങളൊന്നും ഇല്ല എന്ന് തോന്നുന്നു. ഒട്ടുമിക്ക രാജ്യങ്ങളിലൊക്കെ പുള്ളി സഞ്ചരിക്കാത്ത ഒരു രാജ്യവും ഇല്ല. പുള്ളിക്ക് ഇംഗ്ലീഷ് അറിയാവോ, അതോ വേറെ ഏതെങ്കിലും ഭാഷയാണോ പുള്ളി സംസാരിക്കുന്നത്? നെതർലാൻഡുകാർക്ക് അവർ ഇംഗ്ലീഷ് സംസാരിക്കത്തില്ലേ? എനിക്കറിയത്തില്ല കേട്ടോ. ഇനി ഇവൻ്റെ കള്ളത്തരമൊക്കെ അറിയത്തില്ല. അവർക്കൊക്കെ ഇംഗ്ലീഷ് അറിയാമെന്നാണ് എൻ്റെ ഒരു പൊതുവേ ഉള്ളൊരു ധാരണ. എല്ലാ രാജ്യങ്ങളും കറങ്ങുന്ന ആൾക്കാരല്ലേ. എടുത്തിട്ടുണ്ട് കേട്ടോ. കറന്റ്ലി നിങ്ങൾ എന്താണ് ജോലി ചെയ്യുന്നത് എന്നൊക്കെ ചോദിച്ചു. അപ്പൊ ഞാനിങ്ങനെ പറഞ്ഞു ഞാൻ ഒരു ടൂറിസ്റ്റ് ഗൈഡൊക്കെ ആയിട്ട് വർക്ക് ചെയ്യാണ്. ടൂറിസ്റ്റ് ഗൈഡ്, മസാജിസ്റ്റ് ഇജാസ്. എടാ ഉണ്ട ചോറിനോട് നന്ദി ശകലെങ്കിലും ഒരു കൂറ് കാണിക്കണ്ടേ? ഈ നായി അതും ഇല്ലാത്തവനാണ്. എന്തൊക്കെ കള്ളമാണെന്നറിയിരുന്നു വിളിച്ചു പറയുന്നത്. പുള്ളി എൻ്റെ അടുത്ത് ചോദിച്ചു കറന്റ്ലി നിങ്ങൾ എന്താണ് ജോലി ചെയ്യുന്നത് എന്നൊക്കെ ചോദിച്ചു. അപ്പൊ ഞാനിങ്ങനെ പറഞ്ഞു ഞാൻ ഒരു ടൂറിസ്റ്റ് ഗൈഡൊക്കെ ആയിട്ട് വർക്ക് ചെയ്യാണ്. അതായത് ടൂറിസ്റ്റുകളൊക്കെ പോയിട്ട് ഇവിടുത്തെ സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുക്കുക എന്നാണ് എൻ്റെ ജോബ്. അതുപോലെ തന്നെ ഇവിടെ ആളുകൾ പുതിയതായിട്ട് വന്നു കഴിഞ്ഞാൽ പുറത്തുനിന്നുള്ള ആളുകൾ അവർക്കുള്ള റൂം കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ അവർക്ക് ബൈക്ക് റെന്റും കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുക. അങ്ങനത്തെയുള്ള ജോബുകളൊക്കെ ആയിരുന്നു ഞാൻ അവിടെ ചെയ്തുകൊണ്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ അതായത് ഇവൻ ഉദ്ദേശിക്കുന്നത് ആ പരിപാടിയൊക്കെയാണ് നിങ്ങളോട് പറഞ്ഞ് ഇതങ്ങ് ഏൽപ്പിക്കുവാണ്. ഞാൻ അങ്ങനത്തെ പരിപാടി അവിടെ ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ റഷ്യയിലും ഞാൻ ഈ പരിപാടിയൊക്കെ തന്നെയാണ് പുറത്തുനിന്ന്, അതായത് ടൂറിസ്റ്റായിട്ട് എന്തൊക്കെ കള്ളത്തരം, അതായത് ആൾക്കാരെ ഞാൻ ഇവിടെ കൊണ്ടുവരുന്നു, അവർക്ക് ജോലി മേടിച്ചു കൊടുക്കുന്നു. മനസ്സിലായോ? ഒരു കള്ളക്കഥ ഉണ്ടാക്കി നമ്മുടെ നാട്ടിലുള്ള ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതാണ്. ഇവൻ ഗോവയിൽ മസാജിസ്റ്റായിട്ട് വരുന്നത്. ഇവൻ്റെ കൂടെ ജോലി ചെയ്ത ആൾക്കാരെ നമുക്കറിയാവുന്ന. ഇവൻ്റെ അവരെ വേണേൽ വിളിച്ച് കൊണ്ടുവരും ഇവൻ്റെ ഫ്രണ്ട്ലി ഞാൻ. മനസ്സിലായോ? ഇവൻ്റെ കാന്തൂളിയും കഥയൊക്കെ ഉണ്ട്, കുറേ സാധനമുണ്ട്. ഞാൻ പറഞ്ഞില്ല, എൻ്റെ പഴയ വീഡിയോയിലൊക്കെ പറയുന്നുണ്ടല്ലോ, ഇവൻ കാന്തൂളിയത്ത് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് മസാജിസ്റ്റായിട്ട്. മനസ്സിലായോ? ഇവനിപ്പോൾ ഈ കഥയൊക്കെ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഞാനിവിടെ ഗോവയിൽ ഇതുപോലെ ഞാൻ റൂം കാര്യങ്ങൾ കൊടുക്കുന്നു, ടൂർ ഗൈഡായിട്ട് പോകുന്നുണ്ട്, വണ്ടികൾ റെൻ്റ് എടുത്ത് കൊടുക്കുന്നു. അതായത് റഷ്യയിലും ഇതേ തട്ടിപ്പിൻ്റെ വേറൊരു ഇത്, അതായത് അതേ പരിപാടി തന്നെ, വിസ തട്ടിപ്പ്, ടൂറിസം പരിപാടി, പല ഉഡായിപ്പ് പരിപാടികളും കാണിക്കാൻ വേണ്ടി വന്നു നിൽക്കുന്നതന്നെയാണ് ഇവനെ തമാശ രീതി പറഞ്ഞാലുണ്ടല്ലോ, ഇവൻ പക്ക ഫ്രോഡാണ്, ഒരു ക്രിമിനലാണ് ഇവൻ. മനസ്സിലായോ? ഒരു ക്രിമിനൽ മെൻറ്റാലിറ്റി ഉള്ളവനാണ് ഇവൻ. നിങ്ങൾ വിചാരിക്കുന്നതിൻ്റെ കൂട്ടല്ല, പക്ക ക്രിമിനലാണ് ഇവൻ. ഒരു സാധാരണ ഒരാളുടെ ചിന്തയും കാര്യങ്ങളൊന്നും അല്ല. ഇവനെ കണ്ടാൽ നിങ്ങൾക്ക് എങ്ങനെ ഇവനെ വിശ്വസിച്ച് ഈ ആൾക്കാർ ഇങ്ങനെ ഇത്രയും പൈസയും കാര്യങ്ങളും കൊടുത്തതെന്നാണ് ഞാൻ ഈ ആലോചിക്കുന്നത്. ഒരു പണിക്കും പോവാതെ, നിങ്ങളൊന്ന് ആലോചിക്കണം, മോസ്കോയിൽ ഒരു പണിക്കും പോവാതെ കഴിഞ്ഞ ഇപ്പം എത്ര 3-4 മാസമായിട്ട്, അതിനിടയ്ക്ക് ഇവൻ കുറേ കാലം നാട്ടിലായിരുന്നു. ഇവിടെ നമ്മളിവിടെ പണിയെടുക്കുന്ന ആൾക്കാരാണ്. ഒരു മാസം പണിയെടുത്ത് നമുക്ക് പണിയില്ല, നമ്മൾ ആപ്പടെ വട്ടം കറങ്ങിപ്പോവും. ഇവൻ നാട്ടുകാരെ പറ്റിച്ചിട്ടുള്ള പൈസ ഇവൻ്റെ അടുത്ത് കോടികളുണ്ട്, അറിയാവോ? ഞാൻ പറഞ്ഞിട്ടില്ല, 1 കോടി രൂപയുടെ വെട്ടിപ്പാണ് ഇവൻ ഈ റഷ്യ നടത്തിയിരിക്കുന്നത്, വിസ തട്ടിപ്പ് നടത്തിയിരിക്കുന്നത്. എന്നിട്ട് ഒരു പണിക്കും പോവാതെ, നിങ്ങൾ ഇത് വിചാരിക്കുന്നത് മോസ്കോ പോലത്തെ ഒരു സിറ്റിയിൽ ഇവൻ അവിടെ നിൽക്കണമെങ്കിൽ റൂമിൻ്റെ വാടക കൊടുക്കണം, ഭക്ഷണമൊക്കെ പിന്നെ പുറത്തുനിന്നാണ്. മനസ്സിലായോ? മറ്റേ ഫുഡ് കോർട്ട് ഉണ്ടല്ലോ, മറ്റേ വലിയ ഷോപ്പിംഗ് കോംപ്ലക്സിൽ, അവിടെ പോയിട്ട് ഫുഡ് ഇടിയും നിങ്ങൾ ഇവൻ്റെ മറ്റേ സ്റ്റോറി ഇതിടുമല്ലോ, മറ്റേ ഷോർട്സ്, അതിനകത്ത് കണ്ടാൽ മതി. ഫുഡ് കുക്ക് ചെയ്യാൻ മടിയാണ്. മനസ്സിലായോ? സ്വന്തമായിട്ട് റൂം, ഇതൊക്കെ മോസ്കോ പോലൊരു സ്ഥലത്ത്, അതും വളരെ എക്സ്പെൻസ്. അവിടെ ജോലി ചെയ്യുന്നവന്മാർക്ക് വലിയൊരു ഗതിയില്ലാത്തവൻ കൊണ്ടുവന്ന് നിർത്തി. ഞാൻ അവരെ കുറ്റം പറയുന്നില്ല കേട്ടോ. നിങ്ങളെ പറ്റിച്ചിട്ട് ഇവനൊക്കെ ഇങ്ങനെ ജീവിക്കുന്ന കാണുമ്പോഴത്തേക്കിനുള്ളത് കൊണ്ട് പറഞ്ഞു, നിങ്ങൾ മനസ്സിലാക്കുക, ഇവൻ പക്കാ ഫ്രോൺ. ഇവൻ ഈ പറഞ്ഞു വരുന്ന ഈ കഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തട്ടിപ്പിൻ്റെ കഥയാണ്. ഇവൻ ഇവിടെയും ഈ പറഞ്ഞ രീതിയിൽ മാനുഷിക പരിഗണന, ആൾക്കാരെ സഹായിക്കുന്നു, ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് ഈ തട്ടിപ്പ് ചെയ്യുവാണ് ഇവിടെ. പക്കാ ഫ്രോഡാണ്.
ഒരു പണിക്കും പോകാതെ അവൻ മോസ്കോയിൽ ഇരിക്കുവാണ്. വെറുതെ അവിടെ ഇരിക്കാൻ പറ്റും. റൂമിന് വാടക കൊടുക്കണം, ഭക്ഷണത്തിന് പൈസ വേണം, ട്രാവൽ ചെയ്യണമെങ്കിൽ പൈസ വേണം. നല്ലൊരു പൈസ വെട്ടിച്ചിട്ടുണ്ട്. 1 കോടി രൂപ വെട്ടിച്ചിട്ടിരിക്കുന്നവനാണ് ഇവൻ. സാലറിയും കാര്യങ്ങളൊന്നും എൻ്റെ പറഞ്ഞു. അപ്പൊ എന്നോട് പറഞ്ഞു എന്റെ അസിസ്റ്റന്റ് ആയിട്ട് നാളെ മുതൽ എന്റെ വീട്ടിൽ വന്നിട്ട് എന്റെ അസിസ്റ്റന്റ് ആയിട്ട് എന്റെ ട്രാൻസ്ലേറ്റർ ആയിട്ട് നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് നെതർലാൻഡുകാരൻ്റെ ട്രാൻസ്ലേറ്ററായിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടി. പുള്ളി കുറേ രാജ്യങ്ങളിൽ കറങ്ങിയിട്ടുണ്ട്, മനസ്സിലായോ? പുള്ളിക്ക് ഇംഗ്ലീഷ് അറിയത്തില്ല. ഇവനാണ് എല്ലാ സംഭവം ചെയ്തു കൊടുക്കുന്നത്. കുറേ കാലമായിട്ട് പുള്ളി ഗോവയിലുണ്ടായിരുന്നു. ഇതൊക്കെ കള്ളക്കഥയാണ് മക്കളെ. പുള്ളി ഞാൻ വരാമെന്നൊക്കെ പറഞ്ഞു. ആ സമയത്ത് എനിക്ക് അത്യാവശ്യം ജോലിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു പുള്ളി ഇങ്ങനെ വിളിച്ചല്ലോ. അപ്പൊ പുള്ളിയുടെ വീടോ കാര്യങ്ങളൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. അപ്പൊ പുള്ളി സ്വന്തമായിട്ട് ഇവിടെ ഗോവയിൽ പുതിയൊരു അപ്പാർട്ട്മെന്റും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ അപ്പാർട്ട്മെന്റിലായിരുന്നു ഞാൻ പുള്ളി. ഭാഷ അറിയാത്ത പുള്ളി അങ്ങനെ അപ്പാർട്ട്മെന്റ് കാര്യങ്ങൾ മേടിച്ചു. പുള്ളി മേടിച്ചെന്നാ പറഞ്ഞത്. ഇംഗ്ലീഷാ പുള്ളി പറഞ്ഞില്ല. പുള്ളി ഇവൻ അയാളുടെ ട്രാൻസ്ലേറ്ററായിട്ടാണ് ജോലി ചെയ്തതെന്നാണ് പറഞ്ഞത്. ഗോവയിൽ എല്ലാവർക്കും ഇംഗ്ലീഷും ഹിന്ദിയും കൊങ്ങിണിയും എല്ലാ ഭാഷയും അറിയാം. പിന്നെ ഇവൻ ഏത് ഭാഷയിൽ പുള്ളിക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്? കള്ളമാണ് ഈ ഫുള്ളിരുന്ന് പറയുന്നത്. എനിക്ക് ഇവനെ കാണിക്കരുതാണ്ടല്ലോ. നിങ്ങൾക്കത് ഒരു വ്യക്തമാകത്തില്ല. ഈ കള്ളനെ ഒന്നും വിശ്വസിക്കരുത്. കാണുന്നില്ല, ഈ കള്ളനെ ഒന്നും വിശ്വസിക്കരുത്. നാട്ടുകാരെ പറ്റിച്ച് ജീവിക്കുന്നവനാണ് ഇവനൊക്കെ. പിന്നെ വന്ന് യൂട്യൂബ് ചാനൽ തുടങ്ങി വെച്ചിട്ട് ഇപ്പോൾ പറഞ്ഞല്ലോ, ഇപ്പം വിസ തട്ടിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ചാനൽ തന്നെ തുടങ്ങി വെച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ മസാജിസ്റ്റായിട്ടാണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ വിസ തട്ടിപ്പിലോട്ട് ഇറങ്ങിയിരിക്കുവാണ്. കൂടെ അസിസ്റ്റന്റ് ആയിട്ട് ജോലി ചെയ്തത് പുള്ളി ഒരു ഫോറക്സ് ക്ലബ് ഒക്കെ ചെയ്യുന്ന ഒരാളാണ്. അതായത് പിന്നെ കള്ളക്കഥകളായിരുന്നു ഈ പറയുന്നത്. അത്യാവശ്യം നല്ലൊരു വരുമാനമുള്ള ഒരു അത്യാവശ്യം നല്ല മെന്റലി നല്ല ഒരു വേണം. ഇനിയിപ്പോൾ അടുത്ത തട്ടിപ്പായിരിക്കും അത്. എനിക്ക് ആ പുള്ളിയായിട്ട് പരിചയമുണ്ട്. കുറേ കാശൊക്കെ എൻ്റെ അടുത്ത് തരുവാണെങ്കിൽ നമുക്ക് ഷെയർ മാർക്കറ്റിലേക്ക് കൊണ്ട് ഇട്ടിട്ട് കാശുണ്ടാക്കി തരാമെന്നിട്ട് അടുത്ത ആൾക്കാരെ ഫലിപ്പിക്കാൻ വേണ്ടി ഇറങ്ങാൻ വേണ്ടിയിട്ടാണ്. എടാ കള്ളം പറയുന്നത് കുറച്ച് പ്ലാൻ പണി ചെയ്യടാ. പ്ലാനാണ് ഫുള്ള്. ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു. റിലേഷൻഷിപ്പ് അങ്ങനൊന്നും പറയില്ല നീ. റിലേഷൻഷിപ്പ് വർക്ക് ഉണ്ടായിരുന്നത് 5 മണിക്കൂർ മാത്രമാണ് വർക്ക് ഉണ്ടായിരുന്നത്. ബാക്കിയുള്ള ടൈം ഞാൻ ഫ്രീ ആയിരുന്നു. അപ്പൊ പുള്ളിയുടെ കാര്യങ്ങൾ, അതായത് പുള്ളിക്ക് എന്തെങ്കിലും വേണം. ഹിന്ദിയാണ് അവിടെ മെയിൻ ആയിട്ടും. ഹിന്ദി, ഇംഗ്ലീഷ് അവിടെ മെയിൻ ആയിട്ടും. ഓയ് കിത് കോത്താരെ തു ചെടേച്ച കൊങ്ങിണി അറിയത്തില്ല. ഹിന്ദി അവിടെ ഗോവക്കാർക്ക് എല്ലാവർക്കും ഒരു 3 ലാംഗ്വേജ് അറിയാം. ഗോവക്കാർക്ക് അവർക്ക് ഹിന്ദി അറിയാം, ഇംഗ്ലീഷ് അറിയാം, കൊങ്ങിണി അറിയാം, പിന്നെ മറാഠി അറിയാം. അങ്ങനെ ഒരു ഇതുണ്ട്. ഇവന് എന്തൊക്കെ കള്ളത്തരങ്ങളാണെന്നറിയാം മക്കളെ. നിങ്ങൾക്ക് ഫ്രണ്ടിൽ നിന്ന് പറഞ്ഞാൽ പിന്നെയും മുകളിലോട്ട് വെക്കുന്നത്. ടൈം കൂടുന്നുണ്ട്, കുറച്ച് സമയം കൊണ്ട് നിർത്തണം. അതിന് വേണ്ടിയിട്ടാണ്. പക്ഷെ എന്നാലും മുന്നോട്ട് പോകുമെന്ന് എനിക്ക് തോന്നുന്നത്. കേൾക്കാം. ഗോവയിലൊക്കെ സംസാരിക്കുന്നത് ഹിന്ദി ലാംഗ്വേജ് ആണ്. അപ്പൊ ഹിന്ദി ലാംഗ്വേജിലേക്ക് കാര്യങ്ങളൊക്കെ സോണിയ അതുപോലെ തന്നെ പുള്ളിക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക. അതായത് പച്ചക്കറി, അതുപോലെ തന്നെ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ പുള്ളിക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഓപ്പൺ ആയിട്ട് എനിക്ക് പറയുന്നതിൽ ഒരു മടിയോ കാര്യങ്ങളൊന്നും ഇല്ല. ഞാൻ പുള്ളിക്ക് വേണ്ടിയിട്ട് പുറത്തു പോയിട്ട് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുക്കും. അതിനിപ്പോ എന്തോ മടിക്കണ്ട. ഈ കള്ളക്കഥകളാണ് എനിക്ക് വേണ്ടി ഇത് കേൾക്കാൻ വേണ്ടി താല്പര്യം. നമുക്ക് വേറെ മറ്റുള്ള ഇതിലോട്ട് കിടക്കാൻ കേട്ടോ. ഞാൻ മറ്റേ പോയിന്റുകളിലോട്ട് വരും. ഇനി ഇത് പിടിച്ചു കൊണ്ടുവന്നില്ല. ഇവൻ കുറെ അവിടെ നിന്ന് ഒരു ബൈക്ക് സ്വന്തമായിട്ട് പുള്ളി ഒരു ഗിഫ്റ്റ് ആയിട്ട് എനിക്ക് ബൈക്ക് തന്നായിരുന്നു. സ്കൂട്ടി ആയിരുന്നു. സ്കൂട്ടി ബൈക്കായിട്ട്. ഭാഷ അറിയാത്ത എഡ്വാർഡ് ഇജാസിന് ഒരു ബൈക്ക് പന്നലായതുകൊണ്ട് ഒരു സ്കൂട്ടി ഇജാസിന് ഗിഫ്റ്റ് വരെ കൊടുത്തുന്നു. ഇവൻ്റെ ഈ കള്ളക്കഥകളുണ്ടല്ലോ, ഈ എന്തോ കുരുക്കാത്ത നുണകളുണ്ടല്ലോ, ഒരു നാണവും മാനവും ഇല്ലാതെ വന്ന് നിന്ന് പറയുന്നത് നോക്കി. ഇത് ആൾക്കാർക്ക് മനസ്സിലാകത്തില്ലേ? അങ്ങനെയെങ്കിലും ഒരു ബോധവും വേണ്ടേ? ഇവൻ്റെ ഈ കഥകളൊക്കെ കേട്ട് വിശ്വസിക്കുന്ന ആൾക്കാർ അത് വിശ്വസിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതുപോലെ വന്ന് ഇതിൻ്റെ വ്യക്തമായിട്ടുള്ള എൻ്റെ കാര്യങ്ങൾ ഈ വന്നെന്ന് പറയുന്നത്. ആരും ഇവൻ്റെ ഇതിൽ ചിലപ്പോൾ ചില ആൾക്കാർ വന്ന് പെട്ടുപോകും. മനസ്സിലായോ? ഇങ്ങനത്തെ കള്ളക്കഥകൾ ആൾക്കാർക്ക് ചിലപ്പം പരിചയമൊന്നും കാണത്തില്ല. ഗോവ എങ്ങനെ, റഷ്യ എങ്ങനെ, ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും. നമ്മൾ ഈ 2 സ്ഥലത്ത്, ഞാൻ ഗോവയെ മസാജിസ്റ്റായിട്ട് ജോലി ചെയ്തിട്ടുള്ളതാണ്. റഷ്യയിൽ ഞാൻ മസാജിസ്റ്റായിട്ടാണ് ജോലി ചെയ്തത്. നമുക്ക് ഈ പറഞ്ഞ ഈ 2 കഥകൾ, ഇവനും ഇത് ഈ പരിപാടി തന്നെയാണ് അവിടെയും ചെയ്തുകൊണ്ടിരുന്നുള്ള കാര്യം അറിയാം. ഇവിടെയും ചെയ്യുന്ന മസാജിസ്റ്റാണെന്നുള്ള കാര്യം അറിയാം. ഇപ്പോൾ ഈ വിസ തട്ടിപ്പിലോട്ട് ഇറങ്ങിയിട്ട് നാട്ടുകാരെ പറ്റിച്ച് ജീവിക്കുന്ന പരിപാടിയാണ് ഇവൻ്റെ ഇപ്പോഴത്തെ. കഥ കേൾക്കാം. പഴയ ബൈക്കായിരുന്നു. പുള്ളി എനിക്ക് പോയ സമയത്ത് എന്റെ ഒരു ബർത്ത്ഡേക്ക് പുള്ളി എനിക്ക് പുതിയൊരു ബൈക്ക് എനിക്ക് ഗിഫ്റ്റ് ആയിട്ട് പുള്ളി തന്നു. അവന്റെ ബർത്ത്ഡേക്ക് പുള്ളിക്കാരൻ ബൈക്ക് വരെ ഗിഫ്റ്റ് കൊടുത്തു. ഇതൊക്കെ എങ്ങനെയാടാ പോയി നിനക്ക് ഇത്രയും കള്ളമൊക്കെ പറയാൻ പറ്റുന്നേ? പുള്ളി തിരിച്ചു പോയി. ഇനിയിപ്പോൾ എങ്ങനെ ഈ കഥ ഒരു ഐഡിയ കിട്ടുന്നില്ല കേട്ടോ. ഫുള്ള് ടിസ്റ്റോട് സിസ്റ്റം. മറ്റേത് ഒരു പാട്ട് കഴിഞ്ഞ് മറ്റേ കല്യാണം കഴിഞ്ഞ് സിനിമയ്ക്കകത്ത് കാണത്തില്ലേ, പാട്ട് കഴിയുമ്പോഴത്തേന് കൊച്ചു വരുന്നതാണ് ഇവൻ്റെ ബർത്ത്ഡേ ആയി, കാര്യങ്ങളായി, ഗിഫ്റ്റായി. ആദ്യം പുള്ളി ഒരു സ്കൂട്ടി കൊടുത്തു, പിന്നെ എൻ്റെ ബർത്ത്ഡേക്ക് ഒരു ബൈക്ക് ഗിഫ്റ്റ് കൊടുത്തു. അത്രയ്ക്ക് ആത്മാർത്ഥമായിട്ടുള്ള ബന്ധം വരും തമ്മിൽ. ഇവൻ്റെ നാട്ടിലൊന്നും പോക്കൊന്നും ഞാൻ അത് പോട്ടെ, ഞാൻ ഇനി പറയുന്നില്ല. അങ്ങോട്ട് നോക്കാം, നമുക്ക് ബാക്കി കേൾക്കാം. അങ്ങനെ നല്ലൊരു റിലേഷൻസ് ആയിരുന്നു പുള്ളിയായിട്ട് എനിക്ക് ഉണ്ടായിരുന്നത്. ഈ ഹെഡ്വാർഡ് എന്ന് പറഞ്ഞ ആള്. ഈ ഹെഡ്വാർഡാണോ അതിലൊരു തീരുമാനം ഉണ്ടാക്കട്ടെ. ആദ്യം കഥ പറഞ്ഞു തുടങ്ങിയാണ് അത് എഡ്വാർഡായിരുന്നു.
പിന്നെ കഥയൊക്കെ ഇങ്ങോട്ട് ഒരു 5 മിനിറ്റ് എത്തിയപ്പോഴത്തേനും അത് ഹെഡ് വാർഡായി. ഇനി ഞാൻ വേറെ ഏതെങ്കിലും വാർഡാവോ, പേ വാർഡൊക്കെ ആവോ? ഇവിടുന്ന് ഇങ്ങനെ ഇവിടെ വന്ന് താമസിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എത്രയാണ് ഇവിടുന്ന് പെൻഷൻ, അവിടുത്തെ പെൻഷൻ എന്ന് എത്ര പെൻഷൻ കിട്ടുമെന്ന് ചോദിച്ചു. ആ പുള്ളി എന്റെ അടുത്ത് പറഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് സീക്രട്ട് ആണ്, പറയാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. പക്ഷെ എന്നാലും പറഞ്ഞു ഞാൻ നിന്റെ അടുത്ത് ഞാൻ ഓപ്പൺ ആയിട്ട് പറയാം, ഞാനത് ഓപ്പൺ ആയിട്ട് പറയാൻ. പുള്ളി ഒരു ബാങ്ക് ഉദ്യോഗസ്ഥനായിരുന്നു. പുള്ളിക്ക് നെതർലാൻഡിൽ നിന്ന് പല ബാങ്കിൽ നിന്നും അതുപോലെ പല പ്രൈവറ്റ് ബാങ്കിലൊക്കെ പുള്ളി വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പുള്ളിക്ക് ഓൾമോസ്റ്റ് ഒരു 80,000 മുതൽ. ആ പാവപ്പെട്ട എഡ്വാർഡ് അറിയുന്നുണ്ടോ ഒരു സോഷ്യൽ മീഡിയയുടെ ഫ്രണ്ടിൽ വന്നു നിന്ന്? അങ്ങനെ ഒരാളുണ്ടായില്ലേ? എന്നാലും കഥയിലുണ്ടെങ്കിലും ഇത് ഈ കള്ളനെയൊക്കെ എങ്ങനെ മക്കളെ വിശ്വസിക്കുന്നേ? കഥയിലും കള്ളത്തരം കാണിക്കുന്നവനവൻ. 1 ലക്ഷം വരെ അവർക്ക് പുള്ളിക്ക് മാസം അവർക്ക്. എഡ്വാർഡ് പാവം. ഇപ്പൊ എഡ്വാർഡ് എന്ന് പറഞ്ഞ കഥാപാത്രം ശരിക്കും ഉണ്ടായിരുന്നല്ലോ. എഡ്വാർഡ് ഈ സാധനമൊക്കെ കാണുമായിരുന്നെങ്കിൽ വൻ കോമഡി ആയനെ. വേറെ ആരോടും ഞാൻ പറയാത്ത രഹസ്യമാണ്, നിന്നോടായതുകൊണ്ട് ഞാൻ പറയാം. നീ ആരോടും പറയത്തില്ല, ഞാൻ ആരോടും പറയത്തില്ല. സോഷ്യൽ മീഡിയയുടെ ഫ്രണ്ടിൽ വന്നിരുന്നിട്ട് പറയുവാണ്. കള്ളക്കഥയായതുകൊണ്ട് കുഴപ്പമില്ല, കള്ളക്കഥയിൽ പോലും ഇവനെ ഇതാക്കാൻ പറ്റുകയല്ലോ. എനിക്ക് വയ്യ ഗൈസ്, ചിരി വന്നിട്ടും ഇവൻ്റെ ഈ കള്ളത്തരങ്ങളുടെ ഒരു വലിയൊരു മല കൂമ്പാരമാണ്. പുള്ളിക്ക് മാസം അവർക്ക് പെൻഷനായിട്ട് തന്നെ കിട്ടും, ഇന്ത്യൻ INR ആയിട്ടും പെൻഷൻ ആയിട്ട്. പിന്നെ പുള്ളിക്ക് അത് കൂടാതെ ഇന്ത്യയിൽ ഒരു ട്രേഡിംഗ് മാർക്കറ്റും കൂടി ഉണ്ടായിരുന്നു. ഇന്ത്യയിൽ ഈ പുള്ളിക്ക് ഇംഗ്ലീഷ് അറിയത്തില്ല. ഇംഗ്ലീഷ് അറിയാത്തതുകൊണ്ടാണ് ഇവനെ അവിടെ ട്രാൻസ്ലേറ്ററായിട്ട് ജോലിക്ക് വെച്ചെന്നാണ് പറഞ്ഞത്. കടയിലൊക്കെ പോയി സാധനങ്ങൾ മേടിക്കാനും അതിനും ഇതിനുമൊക്കെ ആയിട്ടെന്നാണ് പറഞ്ഞത്. ഈ ട്രേഡിംഗ് മാർക്കറ്റൊക്കെ ട്രേഡ് മാർക്കറ്റിൽ നടക്കുന്ന ആൾക്കാർക്ക് എന്തായാലും ഇംഗ്ലീഷൊക്കെ അറിയണത് ഇന്ത്യയിലൊക്കെ അല്ലേ. കള്ളക്കഥയാണ്, പിന്നെ ഞാൻ ചുമ്മാ പറഞ്ഞതേ ഉള്ളൂ. പുള്ളി 5 ലക്ഷം 6 ലക്ഷം രൂപ തന്നെ ഒരു മാസം തന്നെ പുള്ളി ഏൺ ചെയ്തതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ പുള്ളിയുടെ ടേബിളിന്റെ മുകളിൽ ലക്ഷക്കണക്കിന് പൈസ വെച്ചിട്ടുണ്ടാവും. ഞാൻ ബാങ്കിൽ ഇടാൻ വേണ്ടി സ്ഥലമില്ലാത്തതുകൊണ്ട് ടേബിളിൽ പുള്ളിക്ക്. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് ഇത് എൻ്റെ കൈസ് ഇതൊക്കെ ഞാൻ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കുമെന്ന് പറഞ്ഞില്ല. ഇങ്ങനത്തെ ഈ കള്ളക്കഥകളൊക്കെ വന്ന് നിങ്ങളുടെ ഫ്രണ്ടിൽ ഒന്ന് വിളിച്ച് പറഞ്ഞിട്ടേ. അതിൽ നിന്നും 1 രൂപ പോലും ഞാൻ അതിൽ നിന്നും എടുക്കില്ല. പുള്ളി അവിടെ ഫുൾ. കാരണം ഞാൻ അടിച്ചു മാറ്റത്തില്ല, ഞാൻ കള്ളനല്ല, നീ പക്ക ഫ്രോഡാണ്. CCTV സർവൈവൽ. CCTV ഉള്ളതുകൊണ്ടാ എഡ്വാർഡിന്റെ പൈസ പോവാഞ്ഞത്. അങ്ങനെ ഒരാളില്ല, എന്നാലും കഥയ്ക്ക് കൊണ്ട് നമുക്ക് അറിയാമല്ലോ. ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം അതുപോലെ തന്നെ നമ്മളെ ഒരാൾ പൈസ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് കേട്ടോ, അല്ലെങ്കിൽ ഞാൻ എഡ്വാർഡിനെ ഷഡ്ഡിപ്പുറത്ത് നിർത്തിയേനെ. എനിക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായിരുന്നു. എന്നാൽ പോലും ഞാൻ 1 രൂപ എക്സ്ട്രാ കാശ് അടിച്ചു മാറ്റാൻ വേണ്ടി എനിക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായിരുന്നു, പക്ഷെ ഞാനൊന്നും ചെയ്തില്ല. കഥയല്ലേ, അവസരം ഇത് ഈ തട്ടിപ്പിലൂടെ, ഈ ഒരു വിസ തട്ടിപ്പിലൂടെ കോടികൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അങ്ങനെ ഒരു എഡ്വാർഡ് ഇവിടെ നിന്ന് തിരിച്ചു കയറി പോകുന്ന അവസ്ഥ ഷഡ്ഡിപ്പുറത്ത് വല്ലതും പോകേണ്ടി വന്ന എഡ്വാർഡ്. എടുക്കോ. അതുപോലെ തന്നെ നല്ല നല്ല റെസ്റ്റോറന്റുകളിലെ പുള്ളി പോകത്തുള്ളൂ. പുള്ളിയുടെ ഒപ്പം പോവുക. പുള്ളിക്ക് എന്തെങ്കിലും ഹിന്ദിയിൽ എന്തെങ്കിലും കാര്യങ്ങൾ പറയണമെന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷിൽ ഹിന്ദി ഇംഗ്ലീഷിൽ എങ്ങനെയൊക്കെ എവിടേക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയുമോ? എന്തൊക്കെ കള്ളമാണെന്നറിയോ? ഞാനിത് പിന്നെ എടുത്തുക്കുന്ന പോയിന്റ് കള്ളങ്ങളാണ് കേട്ടതെല്ലാം. ഇത് ഫുള്ളേ കള്ളമാണ്. പിന്നെ ചുമ്മാ ഒന്ന് നിൽക്കുന്നത് വ്യക്തമാക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഇതിങ്ങനെ കേൾപ്പിക്കുന്നത്. ഹിന്ദിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇംഗ്ലീഷിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കുക, ഇംഗ്ലീഷ് പറഞ്ഞു കഴിഞ്ഞാൽ ഹിന്ദിയിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യുക. അപ്പൊ പുള്ളിക്ക് ഏത് ഭാഷ ശരിക്കും പറഞ്ഞാൽ അറിയാവുന്നത്? അങ്ങനെ ഞാൻ പെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്റെ പെൻഷൻ തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കിട്ടുന്നത് 2000 റൂബിളാണ്. ഒരു മാസം 2000 റൂബിളാണ് എനിക്ക് പെൻഷൻ തുക കിട്ടുന്നത്. ഒരു കൊല്ലത്തേക്ക് 36,000 റൂബിളാണ്. എല്ലാ വർഷവും ഈ പെൻഷൻ തുക കൂടിക്കൊണ്ടിരിക്കും. അപ്പൊ നമുക്കൊരു 50 വയസ്സൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ മാത്രമേ ആ പെൻഷൻ തുക നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റത്തുള്ളൂ. അതുവരെ പെൻഷൻ തുക തിരിച്ചെടുക്കാൻ പറ്റത്തുള്ളൂ. പെൻഷൻ എന്ന് പറയുന്ന സാധനം നമ്മുടെ ജീവിതാവസാനം വരെ കിട്ടുന്നില്ല. 50 വയസ്സ് കഴിയുമ്പോൾ പെൻഷൻ കിട്ടി തുടങ്ങുന്നതാണോ? നമുക്ക് ആ പെൻഷൻ തുക ബാങ്കിൽ നിന്ന് എടുക്കാനോ വിഡ്രോ ചെയ്യാനോ ഒന്നും പറ്റില്ല. അപ്പൊ അതാണ് ഡിപ്പോസിറ്റ് കിട്ടിയേക്കാണ് 2000 രൂപ വെച്ച് എടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. പെൻഷൻ എന്ന് പറയുന്ന സാധനം ഒരു പ്രായം അവർ ജോലി ചെയ്ത് കഴിയുമ്പോഴത്തേക്കിന്, ഇപ്പോൾ റഷ്യയിലെ നിയമപ്രകാരം നിനക്ക് അറിയത്തില്ല എത്ര വയസ്സിലാണ് പെൻഷൻ കൊടുക്കുന്നുള്ള കാര്യം. പെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കാരണം വെച്ചാൽ അതിപ്പോ എല്ലാ വർഷം കൂടുമ്പോഴും ചെറിയ ചെറിയ തുക കൂടി വരും. അപ്പം നമുക്ക് നാളെ ഒരു 50 വയസ്സൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ജീവിക്കാനുള്ള ഒരു വരുമാനം ഈ പെൻഷനിൽ നിന്ന് കിട്ടും എന്നുള്ളതാണ്. അതായത് റഷ്യൻ ഗവൺമെന്റിന്റെ ഒരു പുതിയ ഇതനുസരിച്ചിട്ട്, അതായത് നമുക്ക് ഒരു നല്ല പുതിയതൊന്നും അല്ല, പണ്ട് മുതലേ റഷ്യയിൽ എല്ലാവർക്കും പെൻഷൻ ഉണ്ട് കേട്ടോ. അത് ഈ മിനിമാലിനി പെൻഷൻ ഉണ്ട്. അതുകൊണ്ട് ഒരു 8,000 11,000 11,500 രൂപ 12,000 രൂപ അങ്ങനെ മിനിമാലിനി പെൻഷൻ. അതായത് ഒരു ഇതും ഇല്ലാത്ത ആൾക്കാർക്ക്
പ്രത്യേകിച്ച് സാധാരണ ജോലിക്കൊന്നും പോകാത്ത ആൾക്കാർക്കോ അല്ലെ ജോലിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളോ അങ്ങനെയുള്ള ആൾക്കാർക്ക് കേട്ട് കൊടുക്കുന്ന ഒരു പെൻഷനുണ്ട്. നമ്മുടെ ഇവിടുത്തെ ഞാൻ ഈ താമസിക്കുന്ന വീട്ടിൽ അപ്പച്ചനുണ്ട്. 11,000 സംതിങ് രൂപയായിരുന്നു അപ്പച്ചൻ്റെ പെൻഷൻ. പിന്നെ കേട്ടോ ഒരു പെൻഷൻ നമുക്ക് ഉണ്ടാകും, നമുക്ക് കിട്ടുമെന്നുള്ളതാണ് ഏറ്റവും വലിയ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ. അത് നിങ്ങളെ കൂടി അറിയിക്കണം എന്ന് വിചാരിച്ചു. റഷ്യൻ പാസ്പോർട്ട് ഉള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ പെൻഷന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാം. റഷ്യൻ പാസ്പോർട്ടുള്ള ആൾക്കാർക്കാണ് ഇതൊന്നും നമുക്കറിയത്തില്ലല്ലോ. നമ്മളൊരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുമ്പോഴത്തേന് നമുക്ക് ഓൾറെഡി തന്നെ റഷ്യൻ സിറ്റിസൺഷിപ്പ് ആയിട്ടുള്ളവർക്ക് പെൻഷനിയർ കാർഡ് എന്ന് പറയുന്ന ഒരു ബ്ലൂ കളർ കാർഡുണ്ട്. ബ്ലൂ അല്ലൊരു ലൈറ്റ് ഗ്രീൻ കളർ കാർഡ് നമുക്ക് കിട്ടും. ആ കാർഡിനകത്ത് നമ്മൾ പെൻഷൻ നമ്മുടെ ഇത് അടയ്ക്കുന്നത്. നമ്മൾ ഏത് സ്ഥാപനത്തിൽ ജോലി ചെയ്ത് കഴിഞ്ഞാലും ആ സ്ഥാപനം നമ്മുടെ പെൻഷൻ, അതായത് നമ്മുടെ ടാക്സ് അടയ്ക്കുന്നുണ്ട്. ആ ടാക്സാണ് നമുക്ക് പെൻഷനായിട്ട് നമ്മൾ എത്ര രൂപയാണോ സാലറി കാണിച്ചിരിക്കുന്നത് ആ സാലറിയുടെ ഇത്ര ശതമാനം കട്ട് ചെയ്തിട്ട് ബാക്കിയുള്ളതാണ് നമ്മുടെ കയ്യിലോട്ട് വരുന്ന ഇതായിട്ട് വരുന്നത്. അത് പെൻഷൻ ടൈം എന്ന് പറയുന്നത് ഇപ്പോഴത്തെ പണ്ടാണെങ്കിൽ 50ഉം 55ഉം ആയിരുന്നു. ഇപ്പോൾ അത് മാറ്റിയിട്ട് ഇപ്പോഴത്തെ നിയമപ്രകാരം പെണ്ണുങ്ങൾക്ക് 60ഉം ആണുങ്ങൾക്ക് 65 വയസ്സിലുമാണ് ഇവിടെ പെൻഷൻ കിട്ടുന്നത്. ഇതിനകത്ത് കുറേ കാര്യങ്ങൾ ഇവനൊന്നും അറിയില്ല. ചുമ്മാതെ ഒരു കണ്ടന്റ് ഒന്നും ഇല്ല, വീഡിയോ ഇങ്ങനെ എടുത്ത് ഇട്ടുകൊണ്ടിരിക്കണം. കാരണം നാട്ടുകാരെ പറ്റിച്ച് കുറേ കാശ് വലിച്ചിട്ടുള്ളൂ. അപ്പോൾ ആൾക്കാർ ചോദ്യവും കാര്യങ്ങളും ഒക്കെ ഇട്ടിട്ട് പിന്നെ പുതിയ തട്ടിപ്പിലോട്ട് ഇറങ്ങണം, പുതിയ ആൾക്കാരെ വല വീശി പിടിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊക്കെ ആയിട്ട് ആശാൻ വീഡിയോ കാര്യങ്ങളൊക്കെ ആയിട്ട് പല സാധനങ്ങളൊക്കെ ആയിട്ട് മനസ്സിലാവും. റഷ്യയിലെ പല സംഗതികളൊക്കെ ആയിട്ട് നമ്മുടെ ഫ്രണ്ടിലോട്ട് വരുന്നതാണ്. ആരും ഇവനെ കണ്ട് വിശ്വസിക്കാനും എടുക്കാനും പോലും മറ്റേതിൽ കാശോ കാര്യങ്ങളോ വിസയ്ക്കോ മറ്റുള്ള കാര്യങ്ങൾക്കോ കൊണ്ടു കൊടുക്കൽ പക്കാ ഫ്രോഡാണ്. ഞാൻ എൻ്റെ മുമ്പത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. ഒരു കാര്യമോ ഒരു സംഭവം അറിയത്തില്ല. ഈ റഷ്യയിൽ വിസ തട്ടിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ഇവൻ റഷ്യൻ ഡോക്യുമെൻറ്റ്സ് വരെ എടുത്ത് പുറത്ത് കൊണ്ട് കാണിക്കുകയാണ് തട്ടിപ്പിന് വേണ്ടിയിട്ട്. ഇവിടെ എത്രയോ മലയാളികൾ ആൾക്കാരുണ്ട്. അതായത് നിങ്ങൾ ജെനുവിൻ ആണെന്നുകൊണ്ട് ഈ കഥകൾ ഉണ്ടാക്കുന്നില്ല, ഈ കള്ളക്കഥകൾ ഉണ്ടാക്കി ഇതുപോലത്തെ പിന്നെ ഡോക്യുമെൻ്റ് കാര്യങ്ങൾ കാണിച്ച്. അല്ലാതെ ഇവിടെ റഷ്യയിൽ സിറ്റിസൺഷിപ്പ് ഉള്ള ആരെടുത്ത് കാണിക്കുന്നു എനിക്ക് ഇതുകൊണ്ട് മറ്റേതുകൊണ്ട് മറിച്ചുകൊണ്ട് ആരും കാണിക്കാനോട്. കാരണം തട്ടിപ്പിന് വേണ്ടി നിൽക്കുന്നതാണ്. കുറേ കള്ളക്കഥകളും പറഞ്ഞ് നമ്മളെപ്പോലത്തെ നമ്മളെ നാട്ടിലുള്ള സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഇവൻ്റെ ശിങ്കടികളും കുറച്ച് ആൾക്കാരുണ്ട്, കുറേ കണ്ണാപ്പികൾ. അവന്മാരെയും കൂട്ടിയിട്ട് ഇങ്ങനെ നടക്കുവാണ്. അവന്മാർക്കും ഇതിനകത്തുനിന്നൊരു വീതം കിട്ടുന്നുണ്ട്. ഇവൻ മുക്കുന്നതിനും കക്കുന്നതിനും ഒക്കെ ആയിട്ടുള്ള പൈസയുടെ കാര്യത്തിൽ നല്ലൊരു പൈസയുടെ വെട്ടിപ്പുമാർ ഇവിടെ നടത്തിയിട്ടുണ്ട്. ഇനി മുന്നോട്ടേക്കും ഈ പരിപാടി തന്നെയാണ് ഇവനോട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇവൻ്റെ ഒന്നും കയ്യിൽ ചെന്ന് പെടാതിരിക്കുക. ഒരു ട്രാവൽ ഏജൻസി കാര്യങ്ങൾ നോക്കുക. ആ ട്രാവൽ ഏജൻസി ജെനുവിൻ ആണോ എന്നുള്ളതിൻ്റെ കാര്യങ്ങൾ നോക്കിയിട്ട് നിങ്ങൾ കയറി വരാനുള്ള കാര്യങ്ങൾ നോക്കുക. പക്ഷേ ഈ വീഡിയോയ്ക്ക് ഞാനിതിപ്പം മറുപടി പറഞ്ഞില്ലെങ്കിൽ എന്നാണെന്നറിയുക, പിന്നെയും ഇവനിങ്ങനത്തെ കുറേ വീഡിയോസ് കള്ളത്തരങ്ങളുടെ വന്നിട്ടുണ്ട്. പിന്നെയും കണ്ണടച്ചങ്ങ് വിട്ടു പോട്ടെ. പക്ഷെ ഇത് പിന്നെയും ഈ പെൻഷൻ പല കാര്യങ്ങളിലും ഇതിനിപ്പോൾ നാളെ ഞാൻ പറഞ്ഞില്ല ഒരു ഇതിടും, ഷോർട്സ് വീഡിയോ ഇടും. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ പിറ്റേ ദിവസം ഒരു വീഡിയോ എന്തെങ്കിലും ഒരു കള്ളക്കഥയായിട്ട് റഷ്യയിലെ കള്ളക്കഥ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യങ്ങളൊക്കെ ആയിട്ട് നിങ്ങളുടെ ഫ്രണ്ടിൽ വരും. മനസ്സിലായി? ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇട്ടിട്ട് റീച്ച് കൂട്ടി ഇങ്ങനെ കൂടുതൽ ആൾക്കാർ അറിഞ്ഞ് കുറേ പാവപ്പെട്ട ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഉള്ളൊരു പരിപാടിയാണ്. അപ്പം നിങ്ങൾ സൂക്ഷിക്കുക. എന്തെങ്കിലും ആവശ്യമോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഇപ്പം ഞാനുമായിട്ട് കോൺടാക്ട് ചെയ്യുക. അല്ലെങ്കിൽ ഇവിടെ വേറെ നിങ്ങൾക്ക് പരിചയമുള്ള, അതായത് ഈ യൂട്യൂബ് ചാനൽ തുറന്നു വെച്ചിരിക്കുന്നവന്മാരല്ല, അത് ഏത് രാജ്യത്താണേലും നിങ്ങൾ ഏത് രാജ്യത്തോട്ടാണോ കയറി പോകാൻ ഉദ്ദേശിക്കുന്നത് ആ രാജ്യത്ത് നമ്മുടെ ഒരു മലയാളിയാണ്. ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേറ്റീവ്സ് വഴിയോ ആരെങ്കിലുമൊക്കെ വഴി ഇങ്ങനെ കണ്ടുപിടിച്ച് അവരോട് ചോദിക്കുക, ചേട്ടാ ഇങ്ങനൊരു വിസയുണ്ടോ, ഇങ്ങനത്തെ ഒരു ജോബ് വേക്കൻസി ഉണ്ടോ, ഇങ്ങനൊരു സ്ഥാപനം ഉണ്ടോ എന്നുള്ള കാര്യങ്ങൾ അന്വേഷിച്ച് അറിയുക. അതുപോലെ തന്നെ ട്രാവൽ ഏജൻസി ആണെങ്കിൽ ട്രാവൽ ഏജൻസിനെ കുറിച്ച് അത് ഗവൺമെൻറ് അംഗീകൃതമാണോ അല്ലയോ എന്നുള്ള കാര്യങ്ങളെല്ലാം നന്നായിട്ട് അന്വേഷിച്ച് എടുത്ത് അറിഞ്ഞതിന് ശേഷം മാത്രം നിങ്ങൾ ഇങ്ങോട്ടേക്ക് കയറി വരാനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. അപ്പം എന്തെങ്കിലും ഉണ്ടെങ്കിൽ റഷ്യയിലേക്ക് റഷ്യയിൽ നിൽക്കുന്നവർക്കും ഇനി വരാൻ നിൽക്കുന്നവർക്കും എന്തെങ്കിലും ആവശ്യമോ കാര്യങ്ങളോ അറിയാൻ വേണ്ടിയിട്ടുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ നമ്പറുണ്ട്, എന്നെ കോൾ ചെയ്യാവുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ എല്ലാവരും ഈ വീഡിയോ നിങ്ങളെല്ലാവരും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. കാരണം കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിയാൽ മാത്രമേ ഞാൻ പറയും ഇതേപോലത്തെ തട്ടിപ്പുകാർ ഒരുപാട് ആൾക്കാരുണ്ട്. മലയാളികളായിട്ടുണ്ട്, തമിഴന്മാരായിട്ടുണ്ട്, ഹിന്ദിക്കാരായിട്ടുണ്ട്, ഒരുപാട് ആൾക്കാരുണ്ട് ഇങ്ങനെ ഈ യൂട്യൂബ് ചാനലും തുറന്നു വെച്ച് തട്ടിപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നത്, വിസ തട്ടിപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവരുടെ കൈകളിലൊന്നും ചെന്ന് പെടാതിരിക്കുക. അപ്പോൾ എൻ്റെ ഈ ചെറിയ വീഡിയോ, ചെറുതല്ല വലിയ വീഡിയോ ആയിപ്പോയി, അപ്പോൾ ഇവിടെ അങ്ങോട്ട് നിർത്തുവാണ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം.